കുഞ്ഞോചേട്ടാ എങ്ങോട്ടാ രാവിലെ? എടാ ഞാൻ പ്രസവിച്ചു കിടക്കുക. മോള് മെഡിക്കൽ കോളേജിലോട്ട് പോയിട്ടുണ്ട്. അല്ല മോള് പ്രസവിച്ചു കിടക്കുക. ഞാൻ മെഡിക്കൽ കോളേജ് അവളെ കാണാൻ പോവാന്ന് പറഞ്ഞതാ. അത് ശരി. നീ അവിടെ പോയതാ? ഓ ഞാൻ രാവിലെ അത്യാവശ്യമായിട്ട് ഒരു വഴിക്ക് പോകാനറിയാം. 8-ന്റെ ബസ്സിന് പോകാന്ന് വെച്ച് നിൽക്കുക. എടാ ഇപ്പൊ 8:30 ഈ വണ്ടി ഇപ്പോഴെങ്ങാനും എടുക്കുവോ? അയ്യോ 8:30 ടിവിയും കണ്ടിരുന്നു സമയം പോയത് അറിഞ്ഞില്ലല്ലോ. അല്ല ചേട്ടാ ഈ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ എന്തിനാ ഈ ടി വി വെച്ചേക്കുന്നത്? ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? എടാ പ്രയോജനമുള്ളവരുണ്ട്. ആര്? പോക്കറ്റ് അടിക്കാര്. നിന്നെ പോലുള്ളവന്മാർ ഇവിടെ വായി നോക്കി നിൽക്കുമ്പോ അവന്മാര് വന്ന് പോക്കറ്റ് അടിച്ചോണ്ട് പോകും. എന്റെ പൈസ പോയിട്ടില്ല. എന്നാ മൂത്രനാട്ടാ ചേട്ടാ ഇവിടെ, ഭയങ്കര മൂത്രത്തിന്റെ മണം. അതെന്നാന്നറിയാവോ? നീ അങ്ങോട്ട് നോക്കി അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നാ ഇവിടെ മൂത്രം ഒഴിക്കരുത്, അവിടെ തന്നെ മൂത്രം ഒഴിക്കും. അതാണ് നമ്മുടെ മലയാളികളുടെ കുഴപ്പം. മനസ്സിലായല്ലോ? ഭാഗ്യം കൊണ്ടില്ല. സാരമില്ല, അടുത്ത തവണ വിളിക്കാം. എന്തോ വിളിക്കാത്? അല്ല ഒരുപാട് വൃത്തിയായിട്ട് കാണിച്ചിട്ട്. അല്ല ഒന്നുമില്ല, എനിക്കിതൊരു ഇന്റർവ്യൂ ഉള്ള ഇതെങ്ങനെ മേത്തായിരുന്നു. ഞാൻ ഇന്റർവ്യൂ മുടങ്ങി പോയ വൃത്തിയായിട്ട്. അതെ അടിയാ, മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് എവിടെ തുപ്പരുതെന്ന് പറയുന്നു അവിടെ തന്നെ നമ്മൾ കൃത്യമായിട്ട് തുപ്പും. അടുപ്പിലും തുപ്പാം. വണ്ടി എടുക്കത്തെന്താ? അതെങ്ങനെയാ? ഡ്രൈവറും വന്നിട്ടില്ല, കണ്ടക്ടറും വന്നിട്ടില്ല. അയ്യോ ഇത് എവിടെ പോയി കിടക്കുന്ന ഡ്രൈവറും കണ്ടക്ടറും? ഡ്രൈവർ അങ്ങ് ഡ്രൈവർ പേടിച്ച് അറ്റാക്ക് ഉണ്ടാകാനില്ല. ഞാനോർത്ത് എന്നെ നിങ്ങൾ വല്ലാൻ വരുമായിരിക്കുന്നു. ചേട്ടാ ഈ വണ്ടി പോവോ? വണ്ടി പോവോ? എടുത്തു നോക്കണം, നിനക്കറിയാലോ വണ്ടി പോയില്ലൊന്നും. അതല്ല ഈ വണ്ടി ഇപ്പൊ പുറപ്പെടുവോന്ന്. ഇവിടെ കണ്ടക്ടർ വരാതെ എങ്ങനെയാ വണ്ടി പുറപ്പെടുന്നേ? വല്ല പ്രൈവറ്റ് ബസ്സിലും പോയാൽ മതിയായിരുന്നു. എന്താ പ്രൈവറ്റ് ബസ്സിൽ കയറി ഇയാൾ അങ്ങോട്ട് പോവാ? എനിക്കിന്ന് KSIB ഇന്റർവ്യൂ ചേട്ടാ. KSIB ഇന്റർവ്യൂ. പ്രൈവറ്റ് ബസ്സിൽ കയറി സർക്കാർ സ്ഥാപനത്തിലെ ഇന്റർവ്യൂവിന് പോവുകയാണ്. നമ്മൾ മലയാളികൾ പൊതുവെ എങ്ങനെയാണ്? സർക്കാർ ബസ്സിൽ കയറുകയല്ല, സർക്കാർ ആശുപത്രി പോവുകയല്ല, സർക്കാർ സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കുകയല്ല, പക്ഷെ ജോലി സർക്കാരിൻ്റെ തന്നെ. Hi bro. ഞാനോ? Yeah. എന്നാ മോനെ? ഈ എൻക്വയറി ഓഫീസ് എവിടെ ബ്രോ? അവിടെ എഴുതി വെച്ചിട്ടില്ല അന്വേഷണങ്ങളുടെ. നീ അവിടെ പോയി തിരക്കിക്കോ. ഓക്കെ താങ്ക് യു ബ്രോ. ഓ ബ്രോ. ഓക്കെ. തലമുടി തന്നെ എങ്ങനെ ഇരിക്കുന്നു? തത്തമ്മയ്ക്ക് ദേഷ്യം വന്ന പോലെ. നിന്റെ നിക്കറേ പുറത്ത് കാണാം. ഇത് ഡോളറിന്റെ ഡോളറിന്റെ അടിപൊളി. അപ്പൊ യോയാണ് യോയോ ഫ്രീക്കൻ നമ്മള് പൊളിച്ചു വെച്ചാലേ. അടിപൊളി വെച്ചാലേ. എടാ നീ ഡോളറിന്റെയോ യൂറോയുടെയോ എന്തിന്റെ വേണ്ടി കിട്ടും, പക്ഷെ രൂപയുടെ മാത്രം ഇടരുത്. എപ്പോഴാ താഴോട്ട് പോകണമെന്ന് അറിയത്തില്ല. അതെ മോനെ, എനിക്ക് മെഡിക്കൽ കോളേജിൽ പോകണം, അത്യാവശ്യമാണ്. മോളെ പ്രസവിച്ചു കിടക്കുക, അവളെ കാണണം. കണ്ടക്ടർ വരട്ടെ. കണ്ടക്ടർ വരാതെ എങ്ങനെ വണ്ടി എടുക്കുന്നത്? ഈ കണ്ടക്ടർ എവിടെ പോയി? ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചു നോക്ക്, സമയം പോയെന്ന് പറഞ്ഞിട്ട്. ഹലോ ഹലോ. എടാ ആൾക്കാർ കിടന്ന് ബഹളം വെക്കുന്നത്, നീ എവിടെ പോയി കിടക്കുക? എടാ ഞാനിന്ന് ആ ബസ്സിലല്ലെന്ന്, എനിക്ക് വേറെ റൂട്ടാ. അപ്പൊ യുദ്ധത്തിലാരാ? അത് പുതിയൊരു കണ്ടക്ടറാ. പുതിയ കണ്ടക്ടർ? അതാരാ? ലേഡി കണ്ടക്ടറാ. സത്യം അതേന്ന് സത്യമായിട്ടും. ഇതിന്റെ കുഞ്ഞുങ്ങളെ അമ്മയാണ് സത്യം. ആണോ? ഓക്കെ. എന്റെ ഒരു ഭാഗ്യം നോക്കണേ. ഈ സ്ത്രീധനത്തിന്റെ പ്രശ്നം പറഞ്ഞ് ഞാൻ ഭാര്യനെയും കുഞ്ഞിനെ കൂടെ കൊണ്ട് കുറെ നാളായിട്ട് അവിടെ വീട്ടിൽ നിർത്തിയേക്കാം. ഇപ്പൊ ഈ മരുഭൂമിയിലെ മരുപ്പച്ച പോലെ എന്റെ ബസ്സിൽ ഒരു ലേഡി കണ്ടക്ടർ. ഞാൻ എന്നിട്ടോ ഈ ചിരിക്കാനുള്ള കോമഡി ഞാൻ പറഞ്ഞിട്ടില്ല. സാർ വണ്ടിയിലോട്ട് കയറിയാട്ടെ കേട്ടോ. പറഞ്ഞ കണ്ടക്ടർ വരുന്നുണ്ട്. ലേഡി കണ്ടക്ടറോ? ലേഡി കണ്ടക്ടർ. നിങ്ങളാ? നീ എന്താ ഇവിടെ? ഞാനാ ഈ ബസ്സിലെ കണ്ടക്ടർ. നിനക്കപ്പോ ജോലി കിട്ടി? നിങ്ങൾ എന്ത് വിചാരിച്ചു മനുഷ്യ? സ്ത്രീധനത്തിന്റെ പേരിൽ എന്നെ കൊച്ചിനെ കൊണ്ട് വീട്ടിലാക്കുമ്പോ ഞങ്ങൾ ജീവിക്കത്തില്ലെന്നോ? ഞാൻ ടെസ്റ്റ് എഴുതി പാസ്സായ ഒരു ജോലി മേടിച്ചു. അപ്പോ ഇനി മുതൽ ഈ ബസ്സിലെ കണ്ടക്ടർ നീയാണോ? എന്റെ ദൈവമേ, എന്റെ ഈശ്വര, ആശിച്ച് മോഹിച്ചൊരു ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ട് വന്ന് കേറിയത് ഈ കാലമാടന്റെ കൂടെ ആയിപ്പോയല്ലോ. സുശീലേ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അല്ല, നീ ബസ്സിലെ കണ്ടക്ടർ, ഞാൻ ഈ ബസ്സിലെ ഡ്രൈവറും ആയ സ്ഥിതിക്ക് ഇനി ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴികളിൽ നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ വളയം പിടിച്ചാലോ? അയ്യോ, ഇയാൾ ഒറ്റക്കങ്ങ് വളയം പിടിച്ചാൽ മതി. എന്റെ ജോലി നോക്കാൻ എനിക്കറിയാം. അപ്പൊ നീ സമ്മതിക്കത്തില്ല? നിങ്ങൾ എന്നെ കൊച്ചിനെ എന്നെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ മനുഷ്യ? ആര് പറഞ്ഞു? ഞാൻ ഒത്തിരി പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. എടി നിന്റെ വീടിന്റെ അവിടുത്തെ റൂട്ടിൽ കൂടെ ഞാൻ ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നീ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം ഞാൻ നിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു തവണ പോലും നീ എന്നെ നോക്കിയിട്ടില്ല. മാത്രമല്ല ഇത്രയും കാലങ്ങൾ കിടക്കി നിന്നെ കൊച്ചിനെ ഓർക്കാത്ത ഒരു നിമിഷം
എന്റെ കയ്യിലുണ്ടായിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, അറിയോ? അയ്യോ ഇയാൾ ഓർക്കുന്നു നമ്മുടെ കൊച്ചിന്റെ പേരെങ്കിലും ഇയാൾ ഓർക്കുന്നുണ്ടോ? ഒരു ക്ലൂ തന്നാ ഇപ്പൊ പറയാം. ആ കൊള്ളാം. സ്വന്തം കൊച്ചിന്റെ പേര് പറയാൻ വേണ്ടി ക്ലൂ ചോദിക്കുന്ന ലോകത്തിൽ ആദ്യത്തെ തന്ത നിങ്ങളായിരിക്കും. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. എനിക്ക് ഇന്റർവ്യൂ ഉള്ള അടച്ചിട്ട് വണ്ടി ഒന്ന് എടുക്കേട്ടാ പ്ലീസ്. ഞാൻ ആദ്യം ഈ ടെസ്റ്റ് ഒന്ന് പാസ്സാവട്ടെ. അതെ ചേട്ടാ, ഒരു കുടുംബമാകുമ്പോൾ ഇതുപോലെ പല പ്രശ്നങ്ങളും കാണും. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ചേട്ടൻ വേറെ വണ്ടിക്കകത്തോട്ട് കയറിക്കേ. എനിക്ക് 10 മണിയാകുമ്പോ കോടതി ചെല്ലാനുള്ള. ആണോ? കോടതിയിലാണോ ജോലി? അല്ല, പിന്നെ? ഇന്നെന്റെ ഡൈവോഴ്സ് നടക്കുന്ന ദിവസമാണ്. ആദ്യം നീ നന്നാടാ, എന്നിട്ട് എന്നെ നന്നാക്കാൻ പാ കേട്ടോ. മോനെ, ഞാൻ കുറെ നേരമായിട്ട് പറയുന്നു, മോള് പ്രസവിച്ചു കിടക്കുക, എനിക്ക് മെഡിക്കൽ കോളേജിൽ ചെല്ലണം. ഇതൊന്ന് കോംപ്രമൈസ് ആയാൽ ഞാൻ എങ്ങനെ ചേട്ടാ വണ്ടി എടുക്കുന്നത്? അപ്പൊ ഇത് കോംപ്രമൈസ് ആയാ നീ വണ്ടി എടുക്കുമല്ലോ. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, എന്റെ നേതൃത്വത്തിൽ ഞാൻ ഇവിടെ വെച്ചത് കോംപ്രമൈസ് ആക്കിയിരിക്കും. ഈ കളവർ ഇത് കുളമാക്കുമല്ലോ. കയറിക്കല്ല വണ്ടി കയറി, എല്ലാം കയറിക്ക്. അല്ല, ഒന്ന് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ആക്കാൻ നോക്കിയപ്പോ എന്നെ ചെയ്യാൻ. സ്റ്റാർട്ടായല്ലോ. എന്റെ പൊന്നേ. ഒന്ന് മാറിക്കുന്നേ. അയ്യോ ചേച്ചി ഇതിൽ പോക്ക് ചേച്ചി. അല്ല വേണ്ട, ഇതിൽ പോ. അല്ല ഇതിൽ പോക്ക് ചേച്ചി. ഡോണ്ടച്ചേ. ചുങ്കത്തോട്ടായിരുന്നു പോവേണ്ടത്. ചേച്ചി ആയോണ്ട് മെഡിക്കൽ കോളേജ് വരാം. അല്ല മെഡിക്കൽ കോളേജ് ചുങ്കത്ത്. അല്ല മെഡിക്കൽ കോളേജിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചുങ്കത്ത്. നിന്നെ ഞാൻ മെഡിക്കൽ കോളേജ് ആക്കാടാ. ഒരു കോടതി പടി. കോടതിപ്പടിയോ? ബാലൻസ് തന്നില്ല കേട്ടോ. ചില്ലറയില്ല, ഇറങ്ങുമ്പോ തരാം. കിട്ടും, നോക്കിയിരുന്നോ. എന്റെ സ്ത്രീധനത്തിന്റെ ബാക്കി 25,000 രൂപ ബാലൻസ് തരാത്തുള്ള നിനക്ക് 1 രൂപ ബാലൻസ് തരാൻ പോകും. മര്യാദക്ക് നേരെ ഒക്കെ ഇന്ന് വണ്ടി ഓടിച്ചോ. എനിക്കറിയാം വണ്ടി ഓടിക്കാം കേട്ടോ. വലിയ ടിക്കറ്റ്. മോളെ, ഒരു മെഡിക്കൽ കോളേജ് അല്ല, എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക, നിനക്ക് അവനും കൂടെ ഒരു കോംപ്രമൈസ് ആയിട്ട് ഒന്ന് ചങ്ങ് ജീവിച്ചാൽ എന്താ കുഴപ്പം? എന്താ അങ്ങനെ പറഞ്ഞു കൊടുക്കാം പാപ്പാ. വല്യപ്പന് മോളുണ്ടോ? ആ, മോളുണ്ട്. കെട്ടിച്ചതാണോ? ആ, കെട്ടിച്ചതാ. മരുമോൻ എങ്ങനുണ്ട്? മരുമകനല്ല, അവൻ മോനാ. എന്നെ പൊന്നു പോലെ അവൻ നോക്കുന്നത്. വെല്ലിപ്പന്റെ മോക്ക് സ്ത്രീധനം കൊടുത്താണോ? സ്ത്രീധനം കൊടുത്താ? ഇനി എന്തെങ്കിലും ബാലൻസ് കൊടുക്കാനുണ്ട്? 1 രൂപ പോലും ബാലൻസ് കൊടുക്കാനില്ല. അങ്ങനെ അന്തസ്സുള്ള തന്തമാര്. നീ എന്റെ കയ്യിരിക്കുന്ന മേടിക്കുകയും ചെയ്യും. അയ്യോ, കാണാം. ഒന്ന് മാറിക്കുന്നേ. ചേച്ചി ഇതിൽ പോക്ക് ചേച്ചി. അല്ല വേണ്ട, ഈ ചേച്ചി ഇതിൽ പോക്കും. നേരത്തെ ഇതിലല്ലേ പോകും, ഇതിലേ പോക ചേച്ചി. ആ ഓക്കെ, ഡോണ്ട് ടച്ച്. ഇയാൾ എന്തിനാണ് വണ്ടി നിർത്തിയത്? എന്തിനാ വണ്ടി നിർത്തിയത്? തിരിവ് കണ്ടിട്ട്. അതിന് തിരിവൊന്നുമില്ല, നല്ല സ്ട്രെയിറ്റ് റോഡല്ലേ. അതല്ല, അവന്റെ അവിടെ നിന്നുള്ള ചുറ്റിത്തിരിവ് കണ്ട് നിർത്തിയതാ. എവിടെ വീട്? മുഹമ്മൽ എവിടെ? ജംഗ്ഷനിൽ വെച്ചോ. അവിടെ ആരെങ്കിലും അറിയോ? അയ്യോ, എന്റെ മാമന്റെ വീട് മുഹമ്മല. ആണോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ വരാറുണ്ട്. അയ്യോ സോറി, ഞാൻ തരാം. നിനക്ക് KSEB-യിലല്ലേ ഇന്റർവ്യൂ, അല്ലാതെ KSRTC-ക്കകത്തല്ലല്ലോ. അയ്യോ, എനിക്ക് ഇരിക്കാൻ പറ്റില്ല ചേട്ടാ. എന്താ? ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ട്. പക്ഷെ നിന്റെ നിനക്ക് ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ള പോലെ തോന്നുന്നില്ല. സത്യം ചേട്ടാ. ഇവിടെ വന്നിരിക്കുന്നുണ്ടോ നീ? അയ്യോ, എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇരിക്കാൻ പറ്റില്ല, ഡിസ്കിന് കംപ്ലൈന്റ്. ശരിയാക്കി തരാം മോനെ. നിന്റെ ഡിസ്കിന് കംപ്ലൈന്റ് മാറിയോ? നിന്റെ ഡിസ്കിന് കംപ്ലൈന്റ്. എന്നോട് കളിക്കാൻ നിൽക്കില്ല കേട്ടോ മോനെ. ആൾക്കാരാ കൈ കാണിക്കുന്നത്. മനുഷ്യ, എനിക്ക് സൗകര്യം ഇല്ലാഞ്ഞിട്ട്. എടി, നിന്നെ ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത് ഈ ആൾക്കാരുടെ ചുറ്റി തിരിയാനുമല്ല, മനസ്സിലായോ? ആഹാ, ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. എന്റെ 2 കണ്ണും എപ്പോഴും നിന്റെ മേളിലുണ്ടാവും, ഓർമ്മ വായിച്ചോളാം കേട്ടല്ലോ. ചേട്ടാ, 2 കണ്ണ് ഇങ്ങോട്ടല്ല, മുന്നോട്ട് നോക്കി ഓടിക്കും. നേരെ നോക്കി വണ്ടി ഓടിക്കരുത്, ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്താൽ തന്റെ പണി പോകും, അറിയോ? എടാ, എന്റെ പണി പോയാൽ എനിക്ക് പുല്ലടാ. എന്റെ ഭാര്യക്ക് ജോലി ഉണ്ടല്ലോ. അയ്യേ, എന്റെ ജോലി കണ്ട് ഇയാൾ കുണുങ്ങണ്ട. മോനെ, നേരെ നോക്കിയിരുന്ന് വണ്ടി ഓടിക്കടാ. ജീവനിൽ കൊതിയുണ്ടാ എനിക്ക്. അപ്പാപ്പൻ എന്നെ കൂടെ കൺഫ്യൂഷൻ ആക്കല്ലേ പ്ലീസ്. ഞാൻ ഒരു തരത്തിൽ ഇത് ഓടിച്ചോണ്ട് പോകുന്നു. മഴ വന്നല്ല. ശരിയാണല്ലോ, മഴ നേരത്തെയാ. മഴ തന്നെ തന്റെ കൂട്ടുകാരനാണോ നേരത്തെ വന്നിട്ട് വരാനായിട്ട്? എന്താടാ എന്നെയാ? അയ്യോ മോളെ, ഈ വണ്ടിക്കകത്ത് മുഴുവൻ ചോരുവാണല്ലോ. എന്നാലും കൊട എടുത്തത് നന്നായി. കൊട പിടിച്ചോണ്ടിരിക്കാം. വല്യപ്പ, ആ കൊട അങ്ങ് മടക്ക്, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും. മോളെ, മഴ നനഞ്ഞാൽ പനി വരും. അത് സാരമില്ല, അങ്ങ് മടക്കുന്നേ. കണ്ടോ ചേച്ചി, ഡ്രസ്സ് മൊത്തം നനഞ്ഞു. ഈ ഡ്രസ്സ് ഇട്ടോണ്ട് ഞാൻ ഇനി എങ്ങനെ ഇന്റർവ്യൂക്ക് പോണത്? ചേട്ടാ, മൊത്തം ചോരുവാണല്ലോ. എന്റെ പൊന്നു മോനെ, CBSE-യുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നത് പിന്നെയാണോ ഈ വണ്ടി? ചേട്ടാ, എന്തോ? ഈ ബസ്സിനകത്തിരിക്കുന്ന യാത്രക്കാരെ മുഴുവൻ നനഞ്ഞോണ്ടിരിക്കുക. അതെ.
ഇതാ ഞാൻ പറയുന്നത്. ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ ഒരു കുടയൊക്കെ ആയിട്ട് ഇറങ്ങണം. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ വണ്ടി ഏതെങ്കിലും കടയുടെ സൈഡിൽ കൊണ്ട് നേർത്ത് നിർത്തിയിട്ട് ആ കടയുടെ ഓരത്ത് നമുക്ക് കുറച്ച് നേരം കയറി നിന്നിട്ട് പോയാലോ? സമയത്ത് വണ്ടി എടുത്തേടൻ. അത് ശരിയാ, നിർത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ഇത് സ്റ്റാർട്ട് ആവുമെന്ന് എനിക്ക് തന്നെ സംശയമാണ്. വണ്ടിയുടെ വലിമുട്ടിന്നാ തോന്നുന്നു കേട്ടാ. പണി പാളും. വണ്ടിയുടെ വലിമുട്ടിയതല്ല, പിന്നെ ആ കാർന്നവരിരുന്ന് വലിക്കുന്നതാ. കണ്ടിട്ട് കൊതിയായിട്ടും പാടില്ല. ഈ വലിവ് എന്റെ വണ്ടിക്കുണ്ടായിരുന്ന ഞാനിത് എപ്പം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരെന്നറിയോ? വെള്ളം തരാമോ കുടിക്കാൻ? പിന്നെ കെട്ടിയോന് പച്ചവെള്ളം കൊടുക്കാത്തോളാ നിങ്ങൾക്ക് വെള്ളം തരാൻ പോണത്. വെള്ളിപ്പിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വാ വിളിച്ച് മുകളിലേക്ക് നോക്കിയേക്ക്, അതിന്റെ ഇടയിൽ കൂടെ വെള്ളം വായിലോട്ട് വീഴും. നീ പോയി അവിടുന്ന്. ശ്വാസം പോണില്ലേ? അയ്യോ ശ്വാസം പോണില്ലേ? ദൈവമേ, ഇതിനകത്തിരുന്നുള്ള ശ്വാസം പോകല്ലേ. മോളെ ഒന്ന് തിരുമിത്താ. അയ്യോ ഒന്ന് തിരുമിത്തായോ? ഒന്ന് തിരുമ്മി കൊടുക്കണേ, അല്ല ഇത് ആംബുലൻസ് ആവും. അയ്യോ ചേച്ചി എന്തായി കാണിക്കുന്നത്? തെറ്റി തിരുമല്ലേ? ഇങ്ങനെ തിരുമ്മി കഴിഞ്ഞാൽ ഈ വലിവ് അറ്റാക്കായി മാറും. ശരിക്കും ഞാൻ കാണിച്ചത് എങ്ങനെ തിരുമ്പുന്നു. അവിടെ വെച്ച് എന്റെ വല്യമ്മച്ചിക്ക് ഈ വലിവ് വരുമ്പോൾ ഞാനാ തിരുമ്മി കൊടുക്കാറ്. എപ്പോഴും വരുമോ? എല്ലാ ആഴ്ചയിലും വരും. നീ നോക്കി വെച്ചിട്ട് പതുക്കെ. ഇപ്പൊ സുഖമുണ്ടോ? എപ്പോഴും ഉണ്ടാകുമോ ഇങ്ങനെ? ഇല്ല, വലിവ് വരുമ്പോ മാത്രമേ ഉള്ളൂ. മഴ നനഞ്ഞാ മാത്രമേ ഉള്ളേ. അല്ല മോളെ, എന്തിനാ ഈ വണ്ടി നിർത്തിയത്? ശരിയാണല്ലോ. അതെ ചേട്ടാ, എന്താ ഈ വണ്ടി നിർത്തിയത്? വണ്ടിക്ക് ഒരു ചെറിയ കംപ്ലൈന്റ്. ഞാൻ പറഞ്ഞില്ലേ, റേഡിയേറ്റർ ചൂടായി കാണും. ചേട്ടായാണല്ലോ ചൂടാകുന്നത്. അയ്യോ കഴിഞ്ഞടി നിന്റെ തിരുമല കഴിഞ്ഞോ? നീ അവനും കൂടെ കുറെ നേരമായിട്ടല്ലോ തിരുമാൻ തുടങ്ങിയിട്ട്. നിന്റെ തിരുമല കഴിഞ്ഞോ? ഞാൻ ഒരു കെട്ടിയാണ്, ഞാൻ നേരെ കണ്ടു. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഈ വല്യപ്പന് മേലെ എന്നിട്ട് ഞാൻ തിരുമ്പി കൊടുക്കില്ലായിരുന്നോ? നീ തിരുമിയെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ കൈയുടെ മേലെ കൈ വെച്ചതില്ല, അവൻ തിരുമിയത് എനിക്ക് മനസ്സിലാകാത്ത. ഞാൻ ചേച്ചി സഹായിച്ചല്ലേ? അതേടാ, ഞാനും അത് തന്നെ പറയുന്നുള്ളൂ. നീ സഹായിച്ചു, അവളെ സഹകരിച്ചു. ഇയാളെന്തൊക്കെ പറയണ? എനിക്കറിയത്തില്ല ചേട്ടാ, ഇനി ഒന്നും നോക്കാനില്ല, ഡൈവോഴ്സ്. നിന്നെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. മോനെ, എനിക്കൊരു വലിവ് വന്നോണ്ടല്ലേ അവര് തിരുമിയത്. നീ അങ്ങ് ക്ഷമിച്ചാര്. ആര്? നീ. താൻ മിണ്ടിപ്പോരുത്. ഞാനാ? താൻ ഒറ്റയൊരുത്തനാണ് അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തത്, മനസ്സിലായോ? ഒരു കാര്യം ചെയ്യ്, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. ഓക്കെ, താൻ മാപ്പ് ചോദിക്കണ്ട. ആ അവള് മാപ്പ് ചോദിക്കണം. കാരണം കാണിച്ചത് മുഴുവൻ അവളാണ്. അവൾ മാപ്പ് ചോദിക്കണം. അതെ മോളെ, നീ മാപ്പ് ചോദിച്ചാലേ അവൻ വണ്ടി എടുക്കുള്ളൂ. മാപ്പ് ചോദിച്ചാലേ ഞാൻ വണ്ടി എടുക്കും. ഒരു മാപ്പ് ചോദിച്ചാൽ അവനോട്. മാപ്പിന്റെ പട്ടി പറയും. അതെ, അവള് മാപ്പ് പറയത്തില്ലെന്നാ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഒരു കാര്യം ചെയ്യോ, നീ ഒരു മാപ്പ് അങ്ങോട്ട് ചോദിച്ചാല്. ഞാനെന്തിനാ മാപ്പ് ചോദിക്കുന്നത്? അവളല്ലേ ഇങ്ങോട്ട് മാപ്പ് ചോദിക്കേണ്ടത്. പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. മോളെ, ഒന്നുമില്ലാലും നിന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാളല്ലേ. എന്റെ കെട്ടിയോനോ? അല്ല, ഞാൻ പറയുന്നത് നീ കേക്ക്. ഒരു മാപ്പ് പറ പ്ലീസ്. ഇന്റർവ്യൂ ഉള്ള ചേച്ചി പ്ലീസ് കാല് പിടിക്കാ ചേച്ചി. പൊന്നു ചേച്ചി, ഞങ്ങൾക്ക് കോടതി പോകാം. എനിക്ക് മെഡിക്കൽ കോളേജിൽ പോകണം. മോളെ പ്രസവിച്ചാൽ മാപ്പ് പറഞ്ഞ ഈ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. അയ്യോ, ഈ സൈസ് മാപ്പാണ് ഞാൻ വണ്ടി എടുക്കത്തില്ല. പറഞ്ഞല്ലോ. ഇങ്ങനെയാണ് മാപ്പ് പറയുന്നത്. പിന്നെ എങ്ങനെ മാപ്പ് പറയുന്നത്? ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പറയണം. നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നത്? അത് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ അടുത്തോട്ട് ചേർന്ന് നിന്ന് വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ തോളത്ത് കൈവച്ച് എൻ്റെ താടി പിടിച്ചിട്ട് പറ മാപ്പെന്ന്. അപ്പൊ ഞാൻ വണ്ടി എടുക്കാം കേട്ടോ. ഈ മോന്താണ്ട താടിക്ക് പിടിക്കാനല്ല, താടിക്ക് രണ്ട് തട്ടാനാ തോന്നുന്നു. വണ്ടി എടുക്കാൻ പറ്റത്തില്ല. മോളെ അങ്ങനെ പറയരുത്. നീ മാപ്പ് പറഞ്ഞാലേ അവൻ വണ്ടി എടുക്കുള്ളൂ. ഇത് എന്ത് കഷ്ടമാണെന്ന് പറ. ഞാൻ പറയാം. അത് മതി. ചോദിച്ചോ. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ വളയം ഇനി നമുക്ക് ഒരുമിച്ച് പിടിക്കാം. മാപ്പ്. എന്റെ മോള് വണ്ടിയിലോട്ട് അല്ല, പിന്നെ ഇനി നമ്മുടെ യാത്ര അടിപൊളിയായിരിക്കും, സൂപ്പർ ആയിരിക്കും, കിടുക്കനായിരിക്കും കേട്ടോ. പോകാൻ വരട്ടെ. ആരാത്? പോകാൻ വരട്ടെ. സാറ് KSRTC വലിയ ഉദ്യോഗസ്ഥനല്ലേ? സാർ എന്തിനാ പോകാൻ വരട്ടെ എന്ന് എന്നോട് അനുവാദം ചോദിക്കുന്നത്? സാറ് കയറി ഇരിക്കുന്നേ. ഞാൻ പോകാൻ വരട്ടെ എന്ന് ചോദിക്കാൻ വന്നല്ല. പിന്നെ ഈ വണ്ടി പോകാൻ വരട്ടെ എന്നാ പറഞ്ഞത്. അതെന്താ? നീ രാവിലെ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്തിട്ട് കൃത്യസമയത്ത് മെഡിക്കൽ കോളേജിൽ എത്തിച്ചില്ലെന്ന് മാത്രമല്ല, കൈ കാട്ടി ഒരാളെ പോലും നീ വണ്ടിക്കകത്ത് കയറ്റിയിട്ടില്ല. ഇല്ല. 3 ചക്രന്മാരെ ഇടയ്ക്ക് വെച്ച് കാണിച്ചായിരുന്നു. അവരെ നീ കയറ്റിയിട്ടില്ല. ഇല്ല. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്റെ പണി പോയാ? ഇല്ല, നിനക്ക് പണി കിട്ടി. 8ന്റെ പണി. അപ്പൊ ഇനിയിപ്പോ ഈ വണ്ടി ആരെടുക്കും? അത് പുതിയ ഡ്രൈവർ എടുക്കും. പുതിയ ഡ്രൈവർ വണ്ടി എടുക്കും. അപ്പൊ ഹാപ്പി ജേർണി. എന്റെ പണി പോയാ. ചേട്ടാ, ചേട്ടന്റെ പണി പോയാ ചേട്ടൻ എന്നാ പേടിക്കുന്നേ? ചേച്ചിക്ക് പണിയില്ലേ? ശരിയാണല്ലോ. അല്ല സിറാജിലെ,
അയ്യാ ഇച്ചിരി പുളിക്കും. അതിനാ നീയല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത് ജീവിതത്തിന്റെ വഴിയിൽ നമ്മൾ ഒന്നുകൂടെ വളയം ഒരുമിച്ച് പിടിക്കാന്ന്. അതിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പൊ വളയം പോയില്ലേ? ഡ്രൈവർ എന്നാ വണ്ടി എടുക്കണ്ണ. സുശീലേ